ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒഴിച്ചു നിർത്താൻ കഴിയാത്ത ഒരു ഇടമുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന്. അതെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഇന്ത്യയിലെ മഹത്തരമായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ 139ാമത് ജന്മദിനമാണ് ഇന്ന്. ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി എന്ന തന്ത്രപരമായ രീതിയിലൂടെ ഈ രാജ്യത്തെ ഭിന്നിപ്പിച്ച് ഭരിക്കുവാൻ ശ്രമിച്ച ബ്രിട്ടീഷ് അധിനിവേശ ശക്തികൾക്കെതിരെ പോരാടി ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം കൊണ്ടുവന്ന, ഈ രാജ്യത്ത് സമാധാനം കൊണ്ടുവന്ന, ഈ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ഐക്യവും അഖണ്ഡതയും കൊണ്ടുവന്ന മഹത്തരമായ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് അതിൻ്റെ 139ാമത് ജന്മദിനം ആഘോഷിക്കുകയാണ്. ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ ഇന്നും ഇന്ത്യ എന്ന മഹാരാജ്യം ഭിന്നിപ്പിക്കുവാൻ ഒരു കൂട്ടർ ശ്രമിക്കുമ്പോൾ അവിടെ സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശം ഓതിക്കൊണ്ട് ഈ രാജ്യത്തെ വീണ്ടും ഒരുമിപ്പിക്കുവാൻ ശ്രമിക്കുന്ന പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 1885 ഡിസംബർ 28-ാം തീയതിയാണ് ഈ മഹാപ്രസ്ഥാനത്തിന്റെ ആരംഭം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം കൂടാനിരുന്നത് പൂനെയിലായിരുന്നു. പക്ഷേ പ്ലേഗ് കാരണം സമ്മേളനം പൂനെയിൽ നിന്ന് ബോംബെയിലേക്ക് മാറ്റുകയായിരുന്നു. 1884 ഇന്ത്യൻ നാഷണൽ യൂണിയൻ ആയിരുന്നു പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയി മാറിയത്. അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് ഭരണകൂടത്തിൽ ഇന്ത്യയിലെ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർക്കും പൗരന്മാർക്കും ഇടപെടുവാൻ വേണ്ടി ഒരുക്കിയതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം. പിന്നീട് അങ്ങോട്ട് രാജ്യത്തിന്റെ, അതായത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് സ്വന്തമായി ഒരു സംഘടന ഉണ്ടാകുന്നു. ആ സംഘടന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആകുന്നു. ഇന്ത്യ എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാൽ ഇന്ത്യ എന്നും പറയുന്ന തരത്തിലേക്ക് രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും വേര് പോലെ പടർന്നു പന്തലിച്ചൊരു മഹാവൃക്ഷമായി മാറുവാൻ ആ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. രാജ്യത്തിന്റെ നാനാദിക്കുകളിലും കിടക്കുന്ന ജാതി മതവർഗ വർണ്ണങ്ങൾ കൊണ്ട് ഭിന്നിപ്പിച്ച് കഴിഞ്ഞിരുന്ന മനുഷ്യന്മാരെ സ്വാതന്ത്ര്യത്തിന്റെ മനോഹരമായ സന്ദേശം മുഴക്കിക്കൊണ്ട് അവരെ ഒരു കുടക്കീഴിലേക്ക് അടുപ്പിക്കുവാൻ ദക്ഷിണാഫ്രിക്കയിൽ നിന്നും മഹാത്മാഗാന്ധി വരുന്നു. സ്വാതന്ത്ര്യം എന്ന മഹത്തരമായ സന്ദേശം മുഴക്കുന്നു. അത് ബ്രിട്ടീഷ് ശക്തി കേന്ദ്രങ്ങളിൽ അലോസരമുണ്ടാക്കുന്നു. വലിയ പോരാട്ടങ്ങൾ ഉണ്ടാകുന്നു. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഉണ്ടാകുന്നു. അങ്ങനെ ഇന്ത്യക്ക് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി, സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി ആദ്യമായി ഈ രാജ്യത്ത് ശബ്ദമുയർത്തിയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അന്ന് ഉൾക്കൊണ്ടിരുന്ന ആശയങ്ങൾ വ്യത്യസ്തമായ ആശയങ്ങളായിരുന്നു. സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾക്കൊണ്ടിരുന്നു. അബ്ദുൽ കലാം ആസാദ്, സരോജിനി നായിഡു, മഹാത്മാഗാന്ധി, ദാദാഭായി നവറോജി, നെഹ്റു, അങ്ങനെ കോൺഗ്രസിന്റെ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ നിരവധി സമര പോരാളികളാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയത്. 38 വർഷക്കാലങ്ങളോളം ഇന്ത്യ എന്ന മഹാരാജ്യം ഭരിച്ചിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് നിൽക്കുന്നത് ഒരു പോരാട്ടത്തിന്റെ രണഭൂമിയിലാണ്. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷുകാരന്റെ അതേ ആശയം കൊണ്ട് ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കുവാൻ ശ്രമിക്കുന്നവർക്കുള്ള മറുപടി നൽകുവാൻ ഇന്നും പ്രത്യാശയോടുകൂടി ഈ രാജ്യത്തെ ജനങ്ങൾ കണ്ണിമചിമ്മാതെ കാത്തിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വരവിന് വേണ്ടി തന്നെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 139ാമത് ജന്മദിനവുമായി ബന്ധപ്പെട്ട് AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഹൃദയത്തിൽ നിന്നെഴുതിയ വരികൾ കാണാം. The party that fought for our cherished freedom, the party that laid the foundation for a modern India, the party that catapulted India's economy into the 21st century, the party that brought a rights-based safety net. It is not just a party, it is India's soul. Immensely proud to be a part of the Indian National Congress as we celebrate its 139th founding day. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ചരിത്രത്തിൽ കോൺഗ്രസിനുള്ള ഇടം വ്യക്തമായി ചൂണ്ടിക്കാണിക്കുകയാണ് കെ സുധാകരൻ എന്ന KPCCയുടെ അധ്യക്ഷൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 139ാമത്തെ സ്ഥാപക ദിനത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇന്ത്യ എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നും, കോൺഗ്രസ് എന്നാൽ ഇന്ത്യ എന്നും അടിവരയിടുന്ന ചരിത്രമാണ് രാജ്യത്തിന് പറയുവാനുള്ളത്. ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് മൂല്യങ്ങൾ ഈ രാജ്യത്ത് നിലനിൽക്കുവാനും രാജ്യത്തിന് കുതിപ്പേകുവാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കോൺഗ്രസിന്റെ കരങ്ങളായി നിലനിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രവർത്തകർക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 139ാമത് സ്ഥാപക ദിനാശംസ. പ്രതിപക്ഷ നേതാവ് VD സതീശനും മനോഹരമായ വരികളിലൂടെയാണ് പ്രസ്ഥാനത്തെ പറ്റി ഓർക്കുന്നത്. ലോകത്തെ മാറ്റിമറിച്ച സമര പോരാട്ടങ്ങളുടെ ഉറവിടവും സ്വാതന്ത്ര്യ സമരാനന്തര ഇന്ത്യയെ കെട്ടിപ്പടുത്ത ശക്തിയും ജയപരാജയങ്ങളെ സധൈര്യത്തോടെ നേരിട്ട രാഷ്ട്രീയ നേതൃത്വവും അചഞ്ചലമായ മതനിരപേക്ഷതയുമാണ് കോൺഗ്രസ്. ലോകത്തിനു മുന്നിൽ ആധുനികവും ചേരിചേരാതെയുള്ള നിലപാടുകളുമായി ഇന്ത്യ എന്ന ശക്തിയെ ഉറപ്പിച്ചതും കോൺഗ്രസ് തന്നെ.
രാജ്യത്തെ അപകടകരമായ മതരാഷ്ട്ര സങ്കല്പത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന സംഘപരിവാർ ശക്തികളുടെ ഏകശിലാ ബോധ്യങ്ങളാകട്ടെ, ഏകാധിപത്യ അഹന്തയുടെ കറതീർന്ന കേരളത്തിലെ പ്രതിരൂപമാകട്ടെ, ഇവയെല്ലാം കോൺഗ്രസ് എതിർക്കും. എതിർക്കാൻ കോൺഗ്രസേ ഉള്ളൂ എന്നതാണ് സത്യം. ആ ബോധ്യമാണ് കടുത്ത പരീക്ഷണങ്ങൾക്ക് നടുവിൽ കോൺഗ്രസ് പ്രവർത്തകരെ നയിക്കുന്ന ശക്തി. നടന്നു വന്ന വഴികളിൽ മുന്നേ നടന്നവരുടെ തലയും ചങ്കും പിളർന്ന് ഉറവെടുത്ത ചോരപ്പുഴകൾ, കറുത്ത ജയിൽ മുറികൾ, കെട്ടുപോയ ജീവിത വെളിച്ചങ്ങൾ, തെരുവുകളിൽ അടിയും വെടിയും ചവിട്ടും കൊണ്ട് അടഞ്ഞുപോയ കണ്ണുകളിലെ അണയാ ജ്വാലകൾ, രാജ്യത്തിന് സ്വയം സമർപ്പിച്ചവരുടെ ഹൃദയ നൈർമല്യങ്ങൾ, ഇവരെ ഓർക്കുമ്പോൾ മനസ്സുണരും. ഇന്ത്യ ഇന്നും പ്രത്യാശയോടുകൂടി കാത്തിരിക്കുന്ന ആ പ്രസ്ഥാനത്തിന് ഇന്ത്യയുടെ അധികാര സ്ഥിരാകേന്ദ്രങ്ങളിലേക്ക് കടന്നു വരുവാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നവർ ഈ രാജ്യത്ത് നിരവധിയാണ്. അവരുടെ പ്രത്യാശയ്ക്ക് മാറ്റുകൂട്ടുവാൻ, അവരുടെ ആഗ്രഹങ്ങൾക്ക് വേഗത വർദ്ധിപ്പിക്കുവാൻ ഈ രാജ്യത്തെ കോൺഗ്രസിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.